ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ ഹെയറിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന 5 മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിനെയും ഹെയർ ഫാൾ ഉണ്ടാവാനും ഡാൻഡ്രഫ് മാറാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന കുറെ കാര്യങ്ങളാണ്. എല്ലാവർക്കും തന്നെ ഒരു 60% ആൾക്കാർക്കും ഇത് നല്ല ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷെ അവര് സാരില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ വിടും. തന്നെ ഒരു 40% ആൾക്കാർക്ക് അറിയത്തില്ല, സിൻസിയർലി അവർക്കത് അറിയത്തില്ല. സോ അങ്ങനെയുള്ള 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹെയർ റെഗുലർ ആയിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഓവറായിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യം നമ്മുടെ ഹെയറിന് ഇല്ല. ഒരാഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ മാക്സിമം നമ്മുടെ ഹെയർ നമ്മൾ നനച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഷാമ്പു ഇട്ടാൽ മതി. ഷാമ്പു 3 തവണ എന്ന് പറഞ്ഞില്ല. അല്ലാതെ നമ്മൾ ഈ എല്ലാ ദിവസവും മുടി കഴുകുന്ന ഏർപ്പാട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടില് ഒരു ട്രഡീഷൻ പോലെയാണ്. തല കുളിച്ചില്ലെങ്കിൽ അത് കുളിയല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരെ വരെ എനിക്കറിയാം. ഞാനൊക്കെ തല നനയ്ക്കാണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അമ്മയൊക്കെ പറയും കാക്കക്കുളി കുളിച്ചിട്ട് വന്നതാണെന്ന്. ഇപ്പൊ അമ്മയൊക്കെ അങ്ങനെയാ ചെയ്യുന്നത്. കാരണം മുടി ഉണങ്ങാതെ അമ്മയ്ക്കൊക്കെ ലോങ് ഹെയർ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ എന്ന് വെച്ചാൽ മുടി ഉണങ്ങാതിരുന്ന് അവർക്ക് എന്താ വെച്ചാൽ തലവേദനയൊക്കെ, നീരിറക്കം എന്നൊക്കെ പറഞ്ഞ സംഗതികളില്ലേ, അതൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ നൈസായിട്ട് അവർ മാറി. പിന്നെ മുടി ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് ഡെവലപ്പ് ആയത്. അതായത് ഗുണങ്ങൾ കൂടി, അല്ലെങ്കിൽ ഗുണങ്ങളെ കുറിച്ച് അറിഞ്ഞു വരുമ്പോൾ നമ്മൾ പയ്യെ ഓക്കെ ഇതൊക്കെയാണ് ബെറ്റർ എന്നുള്ള രീതിയിലേക്ക് പയ്യെ വരും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ട്രഡീഷൻ, അല്ലെങ്കിൽ എല്ലാ ദിവസവും കുളിക്കണമെങ്കിൽ തല നനച്ചാലേ കുളി ആവത്തുള്ളൂ, അങ്ങനത്തെ ഒരു രീതി ഇല്ല. അല്ലെങ്കിൽ അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു വയസ്സാകുന്ന സമയത്ത്, ഒരു പ്രായമാകുമ്പോൾ തലയിൽ 4, 3, 7 കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലേക്ക് ഓവറായിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അതുകൊണ്ട് നിങ്ങൾ ഒരു 2 അല്ലെങ്കിൽ 3 തവണ, ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ഒന്നരാടോ ആക്കി നോക്കുക. പിന്നെ അത് ശീലായിക്കോളും. അപ്പോൾ അതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക്. ദെൻ രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും കണ്ടീഷനിങ് ചെയ്യുമ്പോൾ, നമ്മുടെ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നല്ലമുടി കുറച്ച് സെറ്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ സ്കാൽപ്പിലും കൊടുക്കണം. എത്ര സ്കിപ്പ് ചെയ്യാൻ നോക്കിയാലും ശരിയാണ്, എനിക്കൊക്കെ ഇത് അറിയാവുന്ന കാര്യം. എന്നാലും നമ്മൾ സ്കാൽപ്പിൽ ഡയറക്റ്റ് ഇടത്തില്ല. പക്ഷെ ഒന്ന് അവിടെ തൊട്ട് സ്മൂത്ത് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അപ്ലൈ ചെയ്തൊക്കെ വരുന്ന സമയത്ത് സ്കാൽപ്പിലും ഒക്കെ അറിയാണ്ട് പറ്റും. അറിയാണ്ട് പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അറിഞ്ഞുകൊണ്ട് സാരില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് കണ്ടീഷണർ തലവടി കോരി ഒഴിക്കുന്ന ആൾക്കാരും ഉണ്ട്, ഷാമ്പു ഇടുന്ന പോലെ തന്നെ. ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ, നമ്മൾ കണ്ടീഷനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലമുടിയിൽ, നമ്മുടെ തലയോട്ടിയിൽ കണ്ടീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവർ പറയുന്നുണ്ട് അല്ലെ. ഒരു കാരണവും ഇല്ലെങ്കിൽ അവരങ്ങനെ പറയത്തില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാനല്ലേ പറയത്തുള്ളൂ. അപ്പൊ അവരങ്ങനെ പറയുന്നില്ലാത്ത കേസിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ, ചില സമയത്ത് നമുക്ക് നമ്മുടെ ഹെയർ ഫാൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് വരാനും, ഡാൻഡ്രഫിനുള്ള ചിലപ്പോൾ ഷാമ്പു ആയിരിക്കും നിങ്ങൾ മുന്നേ യൂസ് ചെയ്ത്, എന്നിട്ടായിരിക്കും കണ്ടീഷണർ വാരി പൊത്തുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുണവും ഇല്ലെന്നുള്ളതാണ്. മനസ്സിലായോ? ഈ നമ്മുടെ ഡാൻഡ്രഫ് ഒരിക്കലും പോകത്തില്ല നമ്മൾ കണ്ടീഷണർ തലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും പോകത്തില്ല. സോ ഹെയർ ഫാൾ ഉണ്ടാവാനും ഹെയർ ഭയങ്കര തിന്നായി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് നമ്മൾ കണ്ടീഷണർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ ഇടുന്നത് കൊണ്ട്. എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടീഷണർ എപ്പോഴും നമ്മുടെ തലമുടിന്റെ പകുതി തൊട്ട് താഴത്തോട്ട് വേണം നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പകുതി പേരും ചെയ്യുന്ന സെയിം കാര്യം, എല്ലാവർക്കും അറിയാം എന്നാലും ചെയ്യുന്നതാണ്, നനഞ്ഞ മുടി ചീവരുത്. നനഞ്ഞ മുടി ചീവുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രഡീഷണൽ രീതി വെച്ചിട്ട് തോർത്ത് വെച്ചിട്ട് ഈ അടി അടിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടി ഡാമേജ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഈ നമ്മൾ നനഞ്ഞ മുടി ചീകുമ്പോൾ ഒത്തിരി മുടി അങ്ങ് കൊഴിഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ ആ മുടി കൊഴിയാറൊന്നും ആയിട്ടുണ്ടാവില്ല, ഒട്ടും മെച്ചൂർഡ് ആവാത്ത ഹെയർ കൂടെ ആയിരിക്കും നമ്മളൊന്ന് റഫായിട്ടൊന്ന് ചീവുമ്പോൾ ആ കൂടത്തിൽ അങ്ങ് പോകുന്നത്. സോ ഒരിക്കലും ചെയ്യരുത് നനഞ്ഞ മുടി നല്ല രീതിക്ക്. ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യമാണ് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. അതും എങ്ങനെ ചെയ്യാം, ഈ താഴത്തു നിന്ന് ഈ ടാങ്കിൾസ് എപ്പോഴും നമ്മൾ, അതായത് ഈ ചേട്ടൻ നമ്മൾ എപ്പോഴും താഴത്തു നിന്ന് മേലോട്ട് തീർത്ത് കീറുക. മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി ചെട തീർക്കരുത്. എനിക്കൊക്കെ അറിയാം, പക്ഷെ ഞാൻ ഇപ്പോഴും ഇവിടുന്നാണ് ചെട തീർക്കണത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ മുടി കൂടുതൽ പോകും. ഇപ്പൊ 10 മുടി കൊഴിയണം നോർമലി എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ പരിപാടിക്ക് 20 മുടി പോകും. ഈ 20 മുടി പല തവണയാകുമ്പോൾ എത്ര മുടിയാവും? മനസ്സിലായോ? മൊട്ടയാവും എന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ ഹെയർ നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾ നല്ലൊരു എണ്ണ മേടിച്ച് തേക്കുന്നുണ്ട്, നല്ല ഷാമ്പു മേടിച്ച് തേക്കുന്നുണ്ട് ഒക്കെ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക,
ഇമാതിരി മണ്ടത്തരം കാണിച്ചാൽ അത് ഒരു വഴി നമ്മൾ സേവ് ചെയ്യുന്ന അടുത്ത വഴി കൂടെ പോയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കെയർ ചെയ്യുക നമ്മുടെ ഹെയറിന്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുക, ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഇനി അടുത്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഹെയർ ഡ്രയർ വെച്ചിട്ടൊക്കെ മുടി ഉണക്കുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്മൾ എപ്പോഴും ഹീറ്റ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യണം. സെറം നമുക്ക് കിട്ടും, ഹീറ്റ് പ്രൊട്ടക്ടർ സ്പ്രേ കിട്ടും, സെറം കിട്ടും. ഇതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അതായത് അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ മുടി ഇങ്ങനെ റഫ് ആൻഡ് ടഫ് ആയിട്ട് ഈ സാധനം ഇങ്ങനെ പൊട്ടി പൊയ്ക്കൊണ്ടിരിക്കും. മുടിയുടെ അറ്റത്ത് നിന്നൊക്കെ പൊട്ടി പൊയ്ക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും ഈ ഹീറ്റ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിനകത്ത് ആ ഹോട്ട് തന്നെ എടുക്കാണ്ട് അതിനകത്ത് ആ കോൾഡ് ഓപ്ഷൻ യൂസ് ചെയ്യാം. മോസ്റ്റ്ലി നമ്മൾ തലയോട്ടിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ചൂടെടുത്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതിരിക്കും. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും സലൂൺ അല്ലെങ്കിൽ പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവർ ഹീറ്റ് ഡ്രയർ നമ്മൾ എങ്ങനെയായാലും ബ്ലോ ഡ്രൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഹീറ്റ് അടിച്ചേ പറ്റുള്ളൂ, അവരത് ചെയ്യും. പക്ഷെ അല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്വന്തം മുടി നമ്മൾ കുറച്ച് കെയർ ചെയ്യണമല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കോൾഡ് ഓപ്ഷൻ യൂസ് ചെയ്യുക മാക്സിമം. മുടിയുടെ അറ്റത്തോട്ട് ഇങ്ങോട്ടൊക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ഹോട്ട് യൂസ് ചെയ്താലും, എന്തെങ്കിലും ഒരു സെറമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിൽ പോലത്തെ ചെറിയ രീതിക്ക് എന്തെങ്കിലും സെറം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ കൊടുക്കുമ്പോൾ അതൊന്നും ഓക്കെ ആയിക്കോളും. പക്ഷെ തലയോട്ടിയിൽ കൊണ്ട് അടിച്ചു കൊടുത്താൽ മുടിയെല്ലാം കൂടെ കൊഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. ഇനി നമ്മൾ എല്ലാവർക്കും അറിയാം, എല്ലാ കാര്യങ്ങളും ആക്ച്വലി എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും ചെയ്യത്തില്ല. അതാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. മുടി ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കുക. നമ്മൾ ഈ ചില ആൾക്കാർ പോണിറ്റെയിൽ കെട്ടിയേക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ എന്തോ പോലെ തോന്നും, അല്ലെ? നമുക്കിത് മുടി വലിഞ്ഞെല്ലാം കൂടെ പറഞ്ഞു പോരുമോ എന്നുള്ളൊരു സീൻ തോന്നും. പക്ഷെ അവർ പറയുന്നത് കംഫർട്ടബിൾ ആണ്, മുടി മുറുകിയിരുന്നാലേ ശരിയാവത്തുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് അവർ ചോദിക്കുന്ന സമയത്ത്. അപ്പോൾ മുടി അങ്ങനെ ടൈറ്റിൽ കെട്ടി വെച്ചാലും മുടി പോകും. മുടി പോകുന്ന വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിന് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. നമ്മളതൊന്നും അറിയാൻ പോകുന്നില്ല, പക്ഷെ ഈ സ്കാൽപ്പിന് സ്ട്രെസ് വരുന്ന സമയത്ത് സ്കാൽപ്പ് ഇതെല്ലാം കൂടെ പറിച്ചങ്ങോട്ട് കളയും, മനസ്സിലായോ? അപ്പൊ മുടി അങ്ങോട്ട് കൊഴിയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും പറ്റുന്ന സമയത്തൊക്കെ മുടി അഴിച്ചിടാൻ നോക്കുക. അഴിച്ചിട്ട് എല്ലായിടത്തും മുടിയാക്കി, മറ്റേ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മുടിയെല്ലാം അഴിച്ചിട്ട് വായിലിരിക്കുന്ന കേൾക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പറ്റുന്ന സമയത്തൊന്നും ഉദ്ദേശിച്ചതാണ്. മുടി അഴിച്ചിടുക, മുടി ഉണങ്ങുന്നവരെ കെട്ടി വെക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ ചെറിയ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ബണ്ണ്, അതായത് നമ്മുടെ സ്ക്രഞ്ചീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും സ്പ്രിങ് പോലത്തെ ഇങ്ങനത്തെ സ്ക്രഞ്ചീസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഒത്തിരി അങ്ങ് ടൈറ്റ് ആവത്തില്ല. ഈ സാധനം വെച്ചിട്ട് മാക്സിമം നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയൊരു ലൂസ് ആയിരിക്കും, നമ്മുടെ മുടിക്ക് അത്ര ഡാമേജും ഇല്ല ഈ ഒരു സ്ക്രഞ്ചീസ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോത്തിന്റെ ഒക്കെ യൂസ് ചെയ്യുക. ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മുടെ മുടി ടൈറ്റ് ചെയ്ത് കെട്ടാതിരിക്കുക. പിന്നിയൊക്കെ ഇടുക, ലൂസായിട്ടൊക്കെ പിന്നിടുക. ഇങ്ങനെയൊക്കെ ചെയ്താലൊക്കെ നമുക്ക് നല്ല ഹെയറിന് നല്ല രീതിയിലൊന്ന് കെയർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ എന്ത് സാധനത്തിനും വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് നമുക്കും ആ തിരിച്ചൊരു എഫേർട്ട് റിസൾട്ട് ആയിട്ട് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ അതൊരു സൾഫേറ്റ് ഫ്രീ ഷാമ്പു ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഹെയർ കുറച്ച് നാളും കൂടെ ഒക്കെ നമ്മുടെ തലയിൽ നല്ല സന്തോഷമായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഒരിക്കൽ കൂടെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളിലേക്ക് പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.